കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹപാരമ്യമേ, എന്നുള്ളിൽ നീ വന്നിടണേ. അലിവുള്ള എൻ ദൈവമേ, എന്നുള്ളിൽ നീ വന്നിടണേ. അലിവുള്ള എൻ ദൈവമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹപാരമ്യമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ നിയോഗങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിലും വിശ്വാസത്തിലും വളരുന്നതിന് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത് ആധ്യാത്മികമായി നമ്മൾ അപകടത്തിൽപ്പെടുന്നതിന് ഉള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ
മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയുള്ള ദൈവകൃപ നിലനിൽക്കാനും വളരാനും എതിരായി നിൽക്കുന്ന കാരണങ്ങൾ തന്നെയാണ്. ഇപ്പം നമ്മൾ ഉൽപ്പത്തി പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 22-ാം അധ്യായം 13-ാമത്തെ വാക്യം, പക്ഷെ നമ്മളേറെ ആദ്യം ശ്രദ്ധിക്കാത്ത ഒരു വചനമാണത്. അതായത് എബ്രഹാത്തിൻ്റെ ബലിയാണ് ഇസഹാക്കിനെ ബലിയർപ്പിക്കുന്ന മോറിയ മലയുടെ ആ ബലിരംഗങ്ങളാണ് ഈ വചനത്തിൻ്റെ പ്രതിപാദ്യങ്ങൾ. അപ്പോൾ എബ്രഹാത്തിൻ്റെ ബലി മാലാഖ തടയുന്ന സമയത്ത് എബ്രഹാം പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു കാഴ്ച കാണാം. അത് ഉൽപ്പത്തിയുടെ 22-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബ്രഹാം പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ മുൾപടർപ്പിലെ കൊമ്പ് ഉടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ എബ്രഹാം കണ്ടു. എബ്രഹാം അതിനെ എടുത്തു കൊണ്ടുവന്ന് ഇസഹാക്കിന് പകരം ബലിയർപ്പിച്ചു വന്നു. ഇപ്പം നമ്മൾ ഇത്രയും നാൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ 14-ാം വാക്യമാണ്. കർത്താവിൻ്റെ മലയിൽ കർത്താവ് ആവശ്യമുള്ളതെല്ലാം നൽകുവന്നു. അത് ദൈവവചനം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. കരകൊണ്ട് യാഹ്വേ എന്ന് എബ്രഹാം ആ സ്ഥലത്തിന് പേരിടാൻ കാരണം അതുതന്നെയാണ്. ദൈവത്തിൻ്റെ മലയിൽ ദൈവം ആവശ്യമായത് ക്രമീകരിക്കുമെന്ന്. പലപ്പോഴും ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരണത് ഈ കൊമ്പ് ഉടക്കി കിടക്കുന്ന കുഞ്ഞാടിനെ കുറിച്ചാണ്. കാര്യം കൊമ്പുണ്ടായാൽ എപ്പോഴായാലും ഉടക്കും. കൊമ്പുണ്ടായാൽ എപ്പോഴായാലും ഉടക്കും. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണിക്കില്ല, എന്താ അയാൾക്ക് കൊമ്പുണ്ടാന്ന് ചോദിക്കത്തില്ലേ? കൊമ്പ് എപ്പോഴും ഒരു വിഷയമാണ്. നമ്മളെ ആധ്യാത്മികമായ ജീവിതത്തിലായാലും കൊമ്പുണ്ടെങ്കിൽ ഉടക്കും, കണ്ടവൻ വന്ന് കത്തി വെക്കുകയും ചെയ്യും. ഇതാണ് ആധ്യാത്മിക ജീവിതത്തിൽ സംഭവിക്കുന്നത്. ചില സമയത്ത് നമുക്ക് ഈ പുറമേ ഉള്ള കൊമ്പുകളാണ് മൃഗങ്ങൾക്കുള്ളത്. മനുഷ്യനെ അകമേ എന്നുള്ള കൊമ്പിനെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത്. അത് കാണത്തില്ല. അത് പുറമേ ഉള്ള കൊമ്പുകളെ കാണാൻ പറ്റുമോ? അകമേയുള്ള കൊമ്പുകളെ കാണത്തില്ല. അങ്ങനെ 7 കൊമ്പിനെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിലുള്ളത്. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഒരു സിസ്റ്റം എപ്പോഴും ഡാമേജ് ആകണത് എപ്പോഴും ഉള്ളിൽ നിന്നായിരിക്കും. സിസ്റ്റം എപ്പോഴും ഡാമേജ് ആകേണ്ട പ്രിൻസിപ്പിൾ അതാണ്. സംഹാരം പുറമേ നിന്നല്ല വരണം, സംഹാരം ഉള്ളിൽ നിന്ന് തന്നെ വരണം. ഒരു സിസ്റ്റത്തിന് സംഹാര ശക്തി അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. ഇതിനെ എന്തുമാത്രം ക്രമീകരിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നു, അതാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. ഇപ്പോഴ് മത്തായിയുടെ സുവിശേഷമില്ലേ, 10-ാം അധ്യായം 36-ാമത്തെ വാക്യം, ഒരുവൻ്റെ ശത്രു അവൻ്റെ കുടുംബത്തിൽ തന്നെ ആയിരിക്കുമെന്ന്. അവൻ്റെ കൂടെ തന്നെ ആയിരിക്കും, അവൻ്റെ കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്. ഒരു കുടുംബത്തെക്കുറിച്ച് പറയണം, ഒരു വ്യക്തിയെക്കുറിച്ച് പറയണം. അത് തന്നെയാണ്, അവൻ്റെ ശത്രു അവൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. അവൻ്റെ ശത്രു അവൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ സിസ്റ്റമായാലും എപ്പോഴും എല്ലാ പ്രസ്ഥാനമായാലും ഇത് ഫെയിലിയർ. അന്തഛിദ്രം വരുന്ന രാജ്യം നിലനിൽക്കുകയില്ല എന്ന് പറഞ്ഞില്ല. അന്തഛിദ്രം വരുന്ന രാജ്യം നിലനിൽക്കുകയില്ല. അപ്പം അന്തഛിദ്രം എവിടെ നിന്നാണ് വരുന്നത്? ഉള്ളിൽ നിന്നാണ് വരണത് അന്തഛിദ്രം വരണത്. അപ്പോൾ അന്തഛിദ്രം വന്ന രാജ്യം നിലനിൽക്കത്തില്ല, വീണു പോകുമെന്നവർ.
അപ്പോൾ വീഴ്ച എവിടുന്നാണ് വരണത്? പുറമേ നിന്നല്ല വരണത്, അകമേ നിന്നാണ് വരണത്. ആ ഛിദ്രശക്തികളെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. അത് മത്തായിയുടെ സുവിശേഷത്തിലാണ്, 15-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഉള്ളിലുള്ള ഛിദ്രശക്തികൾ എന്തൊക്കെയാണ്, അന്തഛിദ്രം ഉണ്ടാക്കുന്ന ഛിദ്രശക്തികൾ എന്തൊക്കെ തന്നെയാണ്. അതാണ് അകത്തുള്ള കൊമ്പെന്ന് ഞാൻ പറഞ്ഞത്. അത് മത്തായിയുടെ സുവിശേഷം 15-19 വ്യഭിചാരമുണ്ട്, പരസംഗമുണ്ട്, കള്ളസാക്ഷ്യമുണ്ട്. അങ്ങനെ 7 കൊമ്പുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് എന്ന് ഈശോ പറയും. ഇതാണ് അന്തഛിദ്രം ഉണ്ടാക്കുന്നത്. സംഭോഗാസക്തികൾ, അതുപോലെ തന്നെ മോഷണം, കള്ളസാക്ഷ്യം, കൊലപാതകം, ഇതെല്ലാം. ഒരു വ്യക്തി യേശുവിനെ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ യേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഉള്ളിൽ ഇതിന് സ്ഥാനമില്ല ശരിക്കും. അപ്പം നമ്മുടെ ഉള്ളിൽ അതിരിക്കുകയും നമ്മൾ യേശുവിനെ സ്വീകരിക്കുകയും ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല ശരിക്കും. നമ്മൾ ആന്തരികമായ ശക്തി പ്രാപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പാപം ഉപേക്ഷിക്കാൻ വേണ്ടി ഈശോ നിർബന്ധിക്കുന്നതിൻ്റെ കാരണം അത് അന്തഛിദ്രമായതുകൊണ്ടാണ്. ഛിദ്രം ഉണ്ടാക്കുകയും നമ്മളെ തന്നെ ആത്മനാശത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ കണ്ട കാര്യങ്ങൾ, ഞങ്ങളുടെ അഹങ്കാരമായാലും മുൻകോപമായാലും കലഹമായാലും ഭിന്നതയായാലും ഈശോയെ, അതെല്ലാം പുറമേയുള്ള കൊമ്പുകളെപ്പോലെ അതെവിടെയെങ്കിലും പോയി ഉടക്കി മറ്റുള്ളവർ വന്ന് ഞങ്ങളെ ഉപദ്രവിച്ച് നശിപ്പിക്കാൻ വേണ്ടി മാത്രം കാരണമാകുന്നുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കുവാനും അതെല്ലാം ആത്മശോധന ചെയ്തുകൊണ്ട് വിശുദ്ധിയോട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്തുതികട ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. കൈകൾ ഉയർത്തി. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, മഹത്വം മഹത്വം മഹത്വം, ആരാധന ആരാധന. ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ കൊമ്പുകളെയും നിർവീര്യമാക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം മഹത്വം മഹത്വം, ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ചങ്ങനാശ്ശേരി കുറുമനാട് ഇടവയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ
ഇവിടെ വരാനുണ്ടായ കാരണം ഞാനൊരു ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് എനിക്കൊരു വലിയ കടബാധ്യതകളായി. കടബാധ്യതയെന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. എൻ്റെ വീട്ടിലെൻ്റെ ഒരു മോനുണ്ട്, എനിക്ക് അവന് 12 വയസ്സ്. അവൻ്റെ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ ഉള്ള സാമ്പത്തിക ശേഷി എനിക്കില്ലായിരുന്നു. അതൊന്ന് ഓർത്ത് നോക്കണം, ഒരു അപ്പനെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം വിഷമകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഞാനങ്ങനെ കടബാധയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ എൻ്റെ ഒരു വൈഫിൻ്റെ ആൻറ്റി, പപ്പായുടെ അനിയൻ്റെ ഭാര്യ, എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, ഇങ്ങനെ കൃപാസനം എന്ന് പറയുന്നൊരു സ്ഥാപനം എന്നെ പോലെ ഇവിടെ ഉണ്ട്, ചേർത്തലയ്ക്ക് അടുത്ത്. ഞാൻ ഇതിൽ സ്ഥിരം പോകുന്ന നോക്കിയത്, പക്ഷേ ഞാൻ ഇന്നേ വരെ ഇത് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ ഇവിടെ വരികയും വളരെയേറെ വിഷമിച്ചാണ് ഞങ്ങളിവിടെ എത്തിയത്. ഞങ്ങളിവിടെ ആദ്യത്തെ ദിവസം വന്നു. ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി ഒന്നും അറിയത്തില്ല. അപ്പം ഞങ്ങളിവിടെ ഒന്ന് കാണാനും കേൾക്കാനും വേണ്ടിയാണ് വന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ ഉടമ്പടി എടുക്കുന്നത് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ബുധനാഴ്ച, അപ്പോൾ ഞങ്ങൾ വന്നത് അന്ന് ഉടമ്പടി ഉള്ള ദിവസമല്ലായിരുന്നു. പിന്നെ അടുത്ത ബുധനാഴ്ച ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ പിന്നെയും വിഷമങ്ങൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അച്ഛൻ പറയുന്ന പോലെ ഒരു കാര്യമുണ്ട്, ദൈവത്തിനറിയാം നിനക്ക് എന്താണ് ആദ്യമേ വേണ്ടതെന്ന്. ഞാൻ ഉടമ്പടി വെച്ചത് എൻ്റെ കടബാധ്യതകളും എൻ്റെ മറ്റ് പ്രശ്നങ്ങളുമാണ് വെച്ചത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട 2 കാര്യങ്ങൾ എനിക്കിവിടെ ഉടമ്പടി വന്ന് ഒരു 4-ാമത്തെ മാസം 3-ാമത്തെ മാസമായപ്പോൾ എൻ്റെ ദൈവം, എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അത് കേൾക്കണം. ആദ്യത്തേത്, എനിക്ക് ഒരു കുട്ടിയുണ്ട്, അവന് 12 വയസ്സ്. രണ്ടാമത്തെ ഒരു കുട്ടിയെ പറ്റി ഞങ്ങളങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല. പുള്ളിക്കാരത്തിക്ക് PCOD-യുടെയും പിന്നെ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഡോക്ടർമാർ തന്നെ പറഞ്ഞിരുന്നു ഇനി ഒരു കുഞ്ഞുണ്ടാകത്തില്ലെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ മോൻ പറയും എനിക്കൊരു അനിയനോ അനിയത്തിയോ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളും ആഗ്രഹിക്കും എന്നേ ഉള്ളൂ, അല്ലാതെ നമുക്കങ്ങനെ ഒരു പ്രതീക്ഷയില്ല, ഉണ്ടാകത്തില്ലല്ലോ, ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നതാണല്ലോ. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇപ്പം എൻ്റെ ഭാര്യ 4 മാസം പ്രഗ്നൻ്റാണ്. നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഞങ്ങൾ മറ്റേ സ്കാൻ ചെയ്യാൻ പോയപ്പം കണ്ടു. ഇങ്ങനെ തുള്ളി ചാടി ഇങ്ങനെ. അപ്പം അതങ്ങനെ ഒരു അനുഗ്രഹം. രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞത്, ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അപ്പോൾ ഇനി എന്ത് ചെയ്യും, എന്ത് പണിക്ക് പോകും, ഞാനിങ്ങനെ വളരെയേറെ വിഷമിച്ചു. കാരണം ഞാൻ ഒരുമാതിരി നല്ല ജീവിച്ച ആളായതുകൊണ്ടും എനിക്കൊരു ബുദ്ധിമുട്ട്, എങ്ങനെ ജീവിക്കും ഇനിയും. അപ്പം ഞാൻ ഈ മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു വലിയ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സഹോദരങ്ങളോടും ബന്ധുക്കളോടൊക്കെ ഞാൻ മോശമായിട്ട് സംസാരിക്കും. മോശമായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എൻ്റെ മനസ്സിൽ പഴയ കാര്യങ്ങളൊക്കെ കാണും, അതൊക്കെ വെച്ച് ഞാൻ പെരുമാറും. അങ്ങനായി എൻ്റെ സഹോദരങ്ങളും എൻ്റെ ബന്ധുക്കളും എൻ്റെ എല്ലാ ആൾക്കാരും എന്നിൽ നിന്നാകും. ഞാൻ ഒറ്റപ്പെട്ടു. അപ്പം എന്നെ ഒരു കല്യാണത്തിന് പോലും വിളിക്കുകയില്ല. വിളിച്ചു കഴിഞ്ഞാൽ സാബു അവിടെ ഒരു പ്രശ്നക്കാരനാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്നെ കല്യാണത്തിനോ ഒരാവശ്യങ്ങൾക്ക് പോലും വിളിക്കാത്തൊരവസ്ഥയായി. അവിടുന്ന് ഞാൻ ഈ വിഷമിച്ചിരിക്കുമ്പോൾ അപ്പം ഞാൻ ഇടയ്ക്ക് ജോസപ്പച്ചനെ വന്ന് കാണാൻ ഇടയായി. അപ്പം ജോസപ്പച്ചൻ എനിക്ക് കാശ് രൂപ തന്നിട്ട് പറഞ്ഞു, നീ ഇത് വെച്ച് എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ വിഷമിച്ച് തന്നെ ഇങ്ങനെ ഇരുന്ന് ഞാൻ എൻ്റെ ചേട്ടനെ വിളിച്ചു. ഞങ്ങൾ തമ്മിൽ ചെറിയ സമുദ്രപ്പിണക്കം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, എടാ ഞാനിങ്ങനെ ഒരു അവസ്ഥയിലാണ്. അവൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, നീ എളുപ്പമെന്ന് എൻ്റെ കൂടെ വിദേശത്തേക്ക് പോരാണ്ട് തയ്യാറായിക്കൂ, നിനക്കുള്ള ജോലി ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിദേശത്ത് പോകാനായിട്ട് നോക്കിയപ്പോൾ എൻ്റെ പാസ്പോർട്ട് കാണുന്നില്ല. കാരണം ഞാൻ 2 പ്രാവശ്യം പാസ്പോർട്ട് പുതുക്കിയ ആളാണ്. അപ്പം ഒന്ന് ഓർത്തോളം, 20 വർഷമായിട്ട് എനിക്ക് വിദേശത്ത് പോകാനായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. 24 വർഷമായി. പക്ഷേ എനിക്ക് ഇന്നേ വരെ സാധിച്ചിട്ടില്ല അങ്ങനെ പോകാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് പോകാനായിട്ട് സാധിച്ചു. നല്ല ശമ്പളമുണ്ട്. ഇത്ര തന്നെയല്ല, ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്നു. യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മളെ കേട്ട സാക്ഷ്യങ്ങൾ ഇന്ന് നമ്മൾക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്നതിനേക്കാൾ വലുതാണ് അതുകൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനമുണ്ടായി. കാര്യം നമ്മൾക്കും അത് കേൾക്കുമ്പോൾ തന്നെ തോന്നും, കർത്താവേ എനിക്കും ഇതുപോലെ അനുഭവം കിട്ടിയാൽ ഞാനും ഇതുപോലെ അങ്ങനെ സാക്ഷിയാകും. സാക്ഷ്യം പറയുമെന്നല്ല, ഞാൻ സാക്ഷിയായി ജീവിക്കുമെന്നാണ് നമ്മൾ മനസ്സിൽ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അത് സാക്ഷ്യം പറയുന്നതിനേക്കാൾ വലിയ അനുഗ്രഹമാണ്. ഇപ്പോഴും നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്.
സാക്ഷ്യമാകാനുള്ള എല്ലാ സാധ്യതകളും ആരാധനയിലുണ്ട്. ആരാധന ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുന്നവർക്ക് കർത്താവിൻ്റെ സാക്ഷികളാകാനുള്ള അനുഭവം നൽകും. അതേ അനുഭവം നൽകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ ഓരോരുത്തരെയും സാക്ഷികളാക്കി മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉള്ളിൽ നീ വന്നിടണേ, അലിവുള്ള എൻ ദൈവമേ. ആഗ്രഹത്തോടെ പാടുക. എന്നുള്ളിൽ നീ വന്നിടണേ, അലിവുള്ള എൻ ദൈവമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കൃപാസനത്തിലെ പ്രാർത്ഥനയുടെ രീതികളനുസരിച്ച് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വെളിപാടുകളെ ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ അങ്ങനെ അനേകം മക്കൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു, ഇപ്പോഴും കർത്താവിൻ്റെ ആരാധന കൂടുമ്പോൾ നിങ്ങൾ രോഗാതുരമായ സ്ഥലങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ നാമത്തിലാണ് കൈവെക്കേണ്ടത്. നെഞ്ചുവേദനയുള്ളവർ നെഞ്ചിൻ്റെ സ്ഥലത്ത് കൈവെക്കണം. ശ്വാസകോശ രോഗികൾ, പതിലേക്ക് അസുഖമുള്ളവർ, പഗ്രാസന അസുഖമുള്ളവർ, കരരോഗികളെല്ലാം നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയണം, കർത്താവ് പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിലാണ് ഞാൻ കൈവച്ചിരിക്കണമെന്ന് പറയണം. ഉദരരോഗമുള്ളവർ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയണം, പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിലാണ് ഞാൻ കൈവച്ചിരിക്കുന്നത്. ഈ നിമിഷം ആരാധനയിലൂടെ ദിവ്യകാരുണ്യം ഈശോ എന്നെ സുഖപ്പെടുത്തും. ഉദരരോഗികൾ, അൾസർ രോഗികൾ, അതുപോലെ തന്നെ PCOD രോഗികൾ, പിസ്റ്റില രോഗികൾ, സിസ്റ്റുള്ളവർ, മക്കളില്ലാത്തവർ, കിഡ്നി രോഗികൾ എല്ലാം ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കും. സർവാംഗം രോഗമുള്ളവർ സ്വസ്തിക പോലെയാണ് പൊതിഞ്ഞു കിട്ടിയ ശരീരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഉള്ളംകാരം ഉച്ച വരെ നഖം തൊട്ട് ശിഖ വരെ രോഗമുള്ളവർ അവിടെ എല്ലാം ഈ നിമിഷം കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ അതിലേക്ക് ആവശ്യിക്കും. നീ സുഖപ്പെടുകയും ചെയ്യും, നീ സാക്ഷിയാകുകയും ചെയ്യും, സാക്ഷിയായി ജീവിക്കുകയും ചെയ്യും. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ മക്കളെ എല്ലാവരെയും വ്യത്യസ്തങ്ങളായ രോഗങ്ങളുള്ളവരെയും കർത്താവെ, നീ ശിഷ്യന്മാരെ നീ ആശീർവദിച്ച് പറഞ്ഞയക്കുമ്പോൾ അവരോട് പറഞ്ഞത് കർത്താവെ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്താനാണ്. ശിഷ്യന്മാരെ അവർ ഭവനങ്ങളിൽ നിൻ്റെ ആജ്ഞപ്രകാരം പ്രവേശിക്കുകയും രോഗങ്ങളുടെ മേൽ നിൻ്റെ നാമത്തിൽ കർത്താവ് പിശാചുക്കൾ പോലും നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒഴിഞ്ഞു പോയെന്ന് കർത്താവെ അവർ തിരിച്ചു വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഈശോയെ. അതുപോലെ കർത്താവെ രോഗത്തിൻ്റെ മേൽ കർത്താവെ അങ്ങയുടെ തിരുനാമത്തിൽ കർത്താവെ ഞാൻ കൈയുയർത്തി പ്രാർത്ഥിക്കണം. ഈശോ അങ്ങയുടെ അഭിഷേകത്തെ അങ്ങ് ഓർക്കണമേ കർത്താവെ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണം കർത്താവെ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ യേശുവിൻ്റെ രക്തം നിൻ്റെ ഉള്ളംകാലം മുതൽ ഉച്ചവരെ നിറയട്ടെ. യേശുവിൻ്റെ ശക്തി അടിപ്പിടറുകൾ നിൻ്റെ നഖം തൊട്ട് ശിഖവരെ നിറയട്ടെ. ആന്തരിക രോഗങ്ങൾ, ബാഹ്യ രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവനായ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്ത് കർത്താവേ, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, രോഗികളായ കുഞ്ഞുങ്ങളെ ഓർത്ത് കർത്താവ്, അവർക്ക് മരുന്ന് പിടിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ. എന്ത് മരുന്ന് ഉപയോഗിക്കണമെന്ന് ഡോക്ടർമാർക്ക് ഇതുവരെയൊക്കെ ഒരു അന്തർജ്ഞാനം പോലും കിട്ടാത്ത രോഗത്തിൽ കിടന്ന് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. വാർദ്ധക്യത്തിലവർക്ക് മരുന്ന് പിടിക്കാത്തവരുണ്ട് ഈശോയെ. മരുന്ന് പിടിക്കാൻ ആശുപത്രിയിൽ തന്നെ മാസങ്ങളോളം ദിവസങ്ങളോളം താമസിക്കുന്നുണ്ട് കർത്താവ്. വീട്ടിൽ നിന്ന് കർത്താവ് കട്ടിൽ നിന്ന് അനങ്ങാൻ പാടില്ലാത്ത രോഗികളുണ്ട് കർത്താവ്. പുറത്ത് പോകാൻ പറ്റാത്ത രോഗികളുണ്ട് കർത്താവ്. സ്വന്തം കാര്യം നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് ഈശോ. അവരെല്ലാം കർത്താവ് ഈ ആരാധനയിൽ ഓർക്കുന്നു. കർത്താവിൻ്റെ ശക്തി അവനൊക്കെ ആവശ്യിക്കട്ടെ. അധികാരത്തിൽ ദൈവശക്തിയാൽ നമുക്ക് യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. വന്നിടണേ, അലിവുള്ള എൻ ദൈവമേ, എന്നുള്ളിൽ നീ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവനായ ഈശോയെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിവാഹം ഒത്തുവരാത്തവർ ഞങ്ങൾ ഈ നിമിഷം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണേ. അവരെല്ലാം മാനസികമായി അനുഭവിക്കുന്ന വേദനകൾ ഈ നിമിഷം അൾത്താരയിലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. മക്കളില്ലാത്തവർ, ഭവനരഹിതർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, ജോലിയില്ലാത്തവർ, സാമ്പത്തികമായ മാർഗമില്ലാത്തവർ, പലതരത്തിൽ വരുമാന മാർഗം മുട്ടിപ്പോയിട്ടുള്ളവരെ എല്ലാം കർത്താവിൻ്റെ വലിയ സത്യജീവനുമായവനെ നിന്റെ വലിയ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ഈ ആരാധന ശക്തിയാൽ മക്കൾക്ക് വഴി കാണിച്ചു കിട്ടുവാനും ആശ്വാസം പ്രാപിക്കാൻ ഇടയാകട്ടെ. അലിവുള്ള എൻ ദൈവമേ, എന്നുള്ളിൽ നീ വന്നിടണേ. അലിവുള്ള എൻ ദൈവമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സമാപന ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പ്രാർത്ഥനാപൂർവം പരിശുദ്ധ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിക്കുക. ആശീർവാദത്തിനെ മുട്ടുകുത്തി ശിരസ് നമിച്ച് കർത്താവിൻ്റെ ശക്തിയും സൗഖ്യവും പ്രാപിക്കാം. നമ്മുടെ എല്ലാ ജീവിത ആവശ്യങ്ങളും ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അലിവുള്ള എൻ ദൈവമേ, എന്നുള്ളിൽ നീ വന്നിടണേ. അലിവുള്ള എൻ ദൈവമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.